മിഷൻ റാണിഗഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമയുണ്ട്. 1989 റാണിഗഞ്ച് കൽക്കരി ഖനിയിൽ നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ റിയൽ സ്റ്റോറിയാണ് ഈ സിനിമ. 65 മൈനേഴ്സിനെയാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. ഈ അപകടം നടക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ റെസ്ക്യൂ ടീം അവിടെ എത്തുന്നുണ്ട്. അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതേസമയം തന്നെ തൊട്ടപ്പുറത്തെ കൽക്കരി ഖനിയിലെ മൈനിങ് എഞ്ചിനീയറായ ഗില്ലും ഒരു പ്ലാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ടീമെന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരു സർവേയറും പിന്നെ ഒരു സാധാരണ വെൽഡറുമാണ്. അങ്ങനെ ഈ 3 പേരെ ഒരു ടീം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, ഒരു പ്ലാനും കൊണ്ടുവരുന്നത്. ഗവൺമെൻറ് മുന്നിൽ ഈ ഒഫീഷ്യൽ ടീം ഒരു പ്ലാൻ വയ്ക്കുന്നു, ഗില്ലിൻ്റെ ടീം ഒരു പ്ലാൻ വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നോക്കുമ്പോൾ ഒരു കൂട്ടർ പ്രൊഫഷണൽസാണ്, ഒരു കൂട്ടർ പ്രൊഫഷണൽസ് അല്ല, സാധാരണക്കാരാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽ ട്രൂപ്പിൻ്റെ പ്ലാനാണ് എടുക്കുന്നത്. പക്ഷേ ആ പ്ലാൻ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ മിഷൻ തോറ്റുപോയി. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഗവൺമെൻറ് ഗില്ലിൻ്റെ ഗ്രൂപ്പിനെ മിഷൻ ഏൽപ്പിക്കുന്നത്. അവരത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. 65 മൈനേഴ്സിനെ അവർ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ജെറുസലേമിൽ ഒഫീഷ്യലായിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പുരോഹിതരും നിയമജ്ഞരൊക്കെ ഉള്ളൊരു ഗ്രൂപ്പ്. അവർക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു രക്ഷകൻ എവിടെയാണ് ജനിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ വലിയ ട്രാജഡി എന്താണെന്നറിയാമോ? അറിവുണ്ടായിട്ടും അവർ രക്ഷകനെ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് ദൂരദേശത്തു നിന്ന് വന്ന 3 ട്രാവലേഴ്സ്, അവർ ജ്ഞാനികളെന്ന് വിളിക്കുന്നു, ഒരു നക്ഷത്രം നോക്കി വന്ന ആൾക്കാരാണ്. അവർ ഉപയോഗിച്ച വഴികൾ ഓർത്തഡോക്സ് ആയിരിക്കില്ല, അവർ അത്ര പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരും ആയിരിക്കില്ല. പക്ഷെ അവർ രക്ഷകനെ കണ്ടെത്തി എന്നുള്ളതാണ്. ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് എന്തുമാത്രം ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുള്ളതല്ല, നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളതാണ്.